കൊച്ചി ബ്രഹ്മപുരത്ത് ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ട വികസനത്തിന്റെ ഭാഗമായ സ്ഥലമേറ്റെടുപ്പിനെ ചൊല്ലി സംഘർഷം. എന്താ അല്ലേ, ഇതാണ് നമ്മൾ മലയാളികളുടെ അവസ്ഥ. വികസനത്തിനെതിരെ എപ്പോഴും കൊടി പിടിച്ചു നടക്കും, അവസാനാണെങ്കിൽ എല്ലാം ഏറ്റെടുക്കുകയും ചെയ്യും. ഓ മനുഷ്യ, കൊടിയും വടിയും മാറ്റി വെക്ക്, ലേറ്റ് ആയി, ഇറങ്ങണ്ടേ? ഇറങ്ങി. കീ എവിടെ? ഇനി കീയും ഞാൻ തപ്പണോ? അയ്യോ, കിട്ടി. ഭീഷണിയുമായി വീട്ടുമുറ്റത്തെ പ്ലാവിൽ കയറി ഈ നിലയിൽ തുടങ്ങിയത്. ഇൻഫോ പാർക്ക് രണ്ടാം ഘട്ട വികസനത്തിനായി സ്വന്തം കുടുംബവകയായി 25 സെന്റ് സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ആ ഫോൺ ഒന്ന് താഴെ വെക്ക്, എന്നിട്ട് മുന്നോട്ട് നോക്കി ഓടിക്ക്. ഒരു മിനിറ്റ്, ഇതൊന്ന് മുഴുവനാക്കട്ടെ. എല്ലാ കാലത്തും പുതിയ മാറ്റങ്ങൾക്കും സാങ്കേതിക വിദ്യകൾക്കും ആദ്യം പുറംതിരിഞ്ഞു നിൽക്കുകയും പിന്നീട് അതേറ്റെടുക്കുകയും ചെയ്യുന്നത് നമ്മൾ മലയാളികളുടെ ഒരു സ്വഭാവമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയിലും അങ്ങനെ ഒരു സന്ദർഭം അഭിമുഖീകരിക്കേണ്ടി വന്നാലോ നിങ്ങൾ എങ്ങനെയാകും പ്രതികരിക്കുക? ഇവിടെ ഇതാ അത്തരം സന്ദർഭങ്ങളിലൂടെ കടന്നു പോകുന്ന കുറച്ച് ചെറുപ്പക്കാർ. ഞങ്ങൾ അവതരിപ്പിക്കുന്നു ചെറുനാടകം. അഭിനേതാക്കൾ ഹസീബ് മുഹമ്മദ്, നിസാം പുളക്കൽ, ഹാനിഷ് നിസാർ, മഖ്ബൂൽ ഹമീദ്, അഫ്താബ് റഹ്മാൻ, ഷഫാന മെഹ്റൂ മൻസിൽ ആൻഡ് സുമയ്യ ഹൈദർ. ഒരിക്കൽ കൂടി ഞങ്ങളുടെ ചെറുനാടകത്തിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. But on this occasion it works for Shubman Gill. Classic cover drive. Going down the leg side. ദൈവമേ, രാഹുൽ അല്ലേ അത്? ഇവൻ ഇത്ര നേരത്തെ ഓഫീസിലെത്തിയ? അതോ ഞാൻ സ്വപ്നം കാണാണോ? ഓ, ഇത് ലവൻ തന്നെ. എടാ രാഹുലെ, നീ ഇത്ര നേരത്തെ ഓഫീസിലെത്തിയോ? അതോ ഇന്നലെ രാത്രി വീട്ടിൽ പോയില്ല, ഇവിടെ തന്നെ കിടന്നുറങ്ങിയോ? എന്തെന്നാണ് ബാബുവേട്ടാ, ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഓ, നിന്റെ ആത്മാർത്ഥത അത് പണിയിലും കാണണേ. സത്യം പറ രാഹുലെ, നീ കമ്പനിയിലെ ഡാറ്റ ചോർത്താനുള്ള പരിപാടിയല്ലേ? കമ്മീഷൻ കിട്ടിയാ തരണേ. എന്റെ പൊന്നു ബ്രോ, നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പറഞ്ഞ് എന്റെ ജോലി ഇവിടുത്തെ കളയല്ലേ. ഞാൻ എങ്ങനെയോ കഞ്ഞിയും കുടിച്ച് തട്ടിയും മുട്ടിയും പോവാണ്. ഞാനിവിടെ വന്നതേ നമ്മുടെ ഇന്ത്യ ഓസ്ട്രേലിയ ടെസ്റ്റ് നടക്കുന്നുണ്ടേ. വീട്ടിലെ വൈഫൈ വൻ ശോകം. അപ്പൊ പിന്നെ ഇവിടെ ഒന്ന് സ്വസ്ഥമായിട്ടിരുന്ന് കാണാമല്ലോ എന്നും പറഞ്ഞു വന്നതാ. അങ്ങനെ പറ. എന്നിട്ട് എന്തായി, സ്കോർ എന്തായി? അയ്യോ, ദേ ബോസ് ആയിരുന്നു. മാറിക്ക്. ഹായ്, ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മുടെ കമ്പനിക്ക് ഇന്നൊരു ചരിത്ര ദിവസമാണ്. നിങ്ങളെയൊക്കെ വമ്പൻ പെർഫോമൻസും ഒടുക്കത്തെ ചായ കുടിയും കാരണം കമ്പനി ഇപ്പൊ വലിയ നിലയിലാണല്ലോ. അതെന്താ സുധിയെ അങ്ങനെ ഒരു ടോക്ക്? മിണ്ടാതെ രാഹുൽ. അതുകൊണ്ട് ഇന്ന് ഒരു വലിയ സർപ്രൈസ് ഉണ്ട്. സോ ഗൈസ്, വർക്കൊക്കെ നടക്കട്ടെ, ഞാൻ പോയി സർപ്രൈസ് ആയിട്ട് വരാം. സാർ ചായ? ഈ ചായ നീ അവിടെ കൊടു. അല്ല ജോണേട്ടാ, പുള്ളി എന്താ അങ്ങനെ പറഞ്ഞേ? ഇനി ഈ സർപ്രൈസ് എനിക്കിട്ടൊരു പണിയാണോ? അങ്ങനെ തോന്നിയോ? എന്നാ നിനക്കുള്ള പണി തന്നെ ആയിരിക്കും. രാവിലെ തന്നെ പേടിച്ചല്ലേ? മനസ്സിലായില്ലേ? ഇത് മറ്റേതാ, ബോണസ്. ബോണസാ? അതെ, അതന്നെ. അടിച്ചു മോനെ. സ്റ്റോപ്പ്. എന്താ ഇത്? ഇങ്ങനെയാണോ ചെയ്യാ? ഇങ്ങനെ ചെയ്. തേനിമ്പം മൂളുന്ന വാനമ്പാടിയോ, താരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. തേനിമ്പം മൂളുന്ന വാനമ്പാടിയോ, താരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. മതി, നിർത്ത്. ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇതല്ല, ഇതാ ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഹലോ,
my carbon-based co-workers. I am humanoid Cephia, version 2.8 with operating system 5.5. My Saudi Bataka number is 2255221. Nice to meet you all. എന്തോന്ന് ബ്രോ ഇത്, കസ്റ്റമർ കെയറാ? രാഹുലെ മിണ്ടല്ലേ. അല്ല ബോസ്, ഇതുപോലൊരു ഹ്യൂമനോയിഡ് സൗദിയിൽ നേരത്തെ ഉണ്ടല്ലോ. സോഫിയ മറ്റോ അല്ല അതിന്റെ പേര്. അവരുമായിട്ട് ഈ സഫിയക്ക് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? വല്ല സിസ്റ്ററോ കുഞ്ഞമ്മയുടെ മോളോ വല്ല ആയിരിക്കും. ഇനി എങ്ങാനും ട്രംപ് എണ്ണം മറന്നു വെച്ചത് ബോസ് പൊക്കിയതാണോ? നോ, ദിസ് ഈസ് അവർ ഓൺ സഫിയ. ഇത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി പ്രത്യേകം കോൺഫിഗർ ചെയ്ത റോബോട്ടാണ്. ഷീൽ ബി വെരി ഹെൽപ്ഫുൾ ടു ഓൾ അവർ പ്രോജക്ട്സ് ആൻഡ് ഓപ്പറേഷൻസ്. എന്നാ ശരി, ടൈം ലൈനിലൊക്കെ അറിയാലോ. എന്നെല്ലാരും സഫിയെ പരിചയപ്പെട്ടോളൂ. ഓ സോറി, എന്നെ പരിചയപ്പെടുത്താൻ മറന്നു. ഐ ആം ദ ബോസ് ആൻഡ് മൈ നെയിം ഈസ് KK ബോസ് ഫ്രം കാട്ടാക്കട. അല്ല ജോണേട്ടാ, ഇത് നമുക്കൊരു കുരിശാകൂ? പതുക്കെ പതുക്കെ. ഇതിന്റെ മുമ്പിൽ വെച്ചാണോ പറയുന്നേ? എന്താ ഇതിന്റെ ഉപയോഗിച്ച് പറഞ്ഞ? ഇത് റോബോട്ടല്ലേ, ഇനി മലയാളമൊക്കെ എവിടെ അറിയാൻ? രാഹുൽ, എനിക്ക് മലയാളം മാത്രം അല്ല, I know 14 languages. ഞാൻ നിങ്ങൾക്ക് കുരിശ് ആവാനല്ല വന്നത്, മറിച്ച് സഹായം ആവാനാണ് വന്നത്. ജോസപ്പേ, കുട്ടിക്ക് മലയാളം അറിയാം. ബൈ ദ ബൈ സഫിയത, എന്നെ പറ്റി പറയുകയാണെങ്കിൽ ഞാനാണ് ഈ കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ്. അതെ, അസത്ത്. പ്ലീസ് മിണ്ടാണ്ടിരിക്കും. സഫിയത, ഡെഡ് ലൈൻ മുന്നേ ഫിനിഷ് ചെയ്യലാണ് എന്റെ മെയിൻ. ഞാൻ വന്ന ഉടൻ തന്നെ ഒരു 3-4 പ്രോജക്ട്സ് ആണ് ഞാൻ ഇങ്ങനെ ഷടപടയും തീർത്തത്. പിന്നീട് പ്രോജക്ട്സുകളുടെ ഒരു പെരുമഴയായിരുന്നു. രാഹുൽ, നിങ്ങൾ കള്ളം പറയുന്നു. കമ്പനി റെക്കോർഡ്സ് പ്രകാരം കഴിഞ്ഞ വർഷം 4 പ്രോജക്ട്സ് നഷ്ടത്തിലാണല്ലോ ക്ലോസ് ചെയ്തത്. ഐ ആം ജോൺ. ഇവിടുത്തെ എല്ലാ പ്രൊജക്ട്സും സൂപ്പർവൈസ് ചെയ്യുന്നത് ഞാനാ. പ്രൊജക്ട് മാനേജറാ. ഇവിടെ എല്ലാവർക്കും പണി കൊടുക്കുന്നതും ഞാൻ തന്നെ. സഫിയക്കുള്ള പണി അത് ഞാൻ വഴിയേ തരാം. ഓക്കെ, നോട്ടഡ് മിസ്റ്റർ ജോൺ. ഓക്കെ. പരിചയപ്പെടലൊക്കെ കഴിഞ്ഞല്ലോ. ഗോ ടു യുവർ ക്ലാസസ്. ആൻഡ്രോയിഡ് കുഞ്ഞമ്മക്ക് ഇനി സ്റ്റാർബക്സ് വേണ്ടി വരുമോ മാഡം? കുടിക്കാൻ എന്താ? താങ്ക് യു, ഞാൻ കുടിക്കാറില്ല. ഏയ് അല്ലേലും അതൊന്നും ഇവിടെ പറ്റില്ല. സൗദിയാണ് നാട്, ശരിയത്താണ് കോടതി. അല്ല മാഡം, ചായയോ കാപ്പിയോ? ചായയും കാപ്പിയും ഞാൻ കുടിക്കാറില്ല. ഓ സമാധാനം, ഇനി ഇതിനും കൂടി ചായ കൊടുത്ത് ഞാൻ മുടിയണ്ടല്ലോ. ഇവന്മാര് കമ്പനിയിലേക്ക് വരുന്നത് തന്നെ ചായ കുടിക്കാനാണോ എന്ന് തോന്നിപ്പോവും. ബ്രോ, ഒരു ചാള ചായ? അതെ, ഈ ഹിമാറിന്റെ 4ാമത്തെ ചായയാണെന്ന്. ഇപ്പൊ ശരിയാക്കി തരാം. സഫിയത. യെസ് രാഹുൽ, അനദർ മാൻ സൂപ്പർമാൻ. അയ്യോ അങ്ങനല്ല, രാഹുൽ അനന്തരാമൻ സുബ്രഹ്മണ്യൻ. അല്ലേലും സഫിയത്ത, നമ്മൾ ഇവിടെ ആരും ഫുൾ നെയിം ഒന്നും വിളിക്കാറില്ല. ഞാൻ തന്നെ ഇപ്പൊ എല്ലാവരും ബ്രോന്നാ വിളിക്കുന്നത്. സഫിയത്ത ഒരു കാര്യം ചെയ്യും, എല്ലാരും ബ്രോ തന്നെ വിളിച്ചോ. ഓക്കെ, ഡേറ്റാബേസ് അപ്ഡേറ്റഡ്. ഞാൻ ഇനി എല്ലാവരെയും ബ്രോ എന്ന് വിളിക്കാം. ഹായ് സഫിയ. ഹായ് ബ്രോ. എല്ലാവരും പരിചയപ്പെട്ടു അല്ലേ? യെസ് ബ്രോ. വർക്ക് നടക്കട്ടെ. മാഡം, അത് ബ്രോ അല്ല, ബോസാണ്. കമാൻഡ് കോൺഫ്ലിക്റ്റ്. ഡേറ്റാബേസ് അപ്ഡേറ്റഡ്. ഇതാരാ യുദ്ധഭൂമിയിലൊരു പുതിയ ബടൻ? അറിഞ്ഞില്ല, ആരും പറഞ്ഞുമില്ല. ഓൾറെഡി ലേറ്റാ, വേഗം വാ മനുഷ്യ. ഹായ്. ഹലോ ഫാത്തിമ. ഇതിനെന്റെ പേരൊക്കെ അറിയാലോ. അള്ളാന്റെ റബ്ബേ, ഇതെന്താ കഥ? You are late by 1 hour, 5 minutes and 59 seconds. പേര് മാത്രല്ല, സ്വഭാവം അറിയാൻ മനസ്സിലായില്ലേ?
ആക്ച്വലി മാഡം, ഞങ്ങള് പൊതുവെ ഇത്ര ലേറ്റ് ആവാറില്ല. ഞങ്ങളാണ് ഈ ഓഫീസിലെ പങ്ക്ച്വൽ കപ്പിൾസ്. നിങ്ങൾ പറയുന്നത് കള്ളമാണ്. 2024-ൽ 253 വർക്കിംഗ് ഡേയ്സിൽ 250 ദിവസം നിങ്ങൾ ലേറ്റാണ് പഞ്ചിൻ ചെയ്തത്. 2025-ൽ ഇതുവരെ എല്ലാ ദിവസവും നിങ്ങൾ ലേറ്റ് ആയിട്ടാണ് പഞ്ചിൻ ചെയ്തത്. ദൈവമേ, മൂർഖം പാമ്പിനെയാണല്ലോ ചവിട്ടിയത്. കണ്ടില്ലേ ബ്രോ, ബോസിന്റെ പുതിയ ഇറക്കുമതി. അല്ലടാ, ഈ ചങ്ങായിക്ക് എത്ര സാലറി ഉണ്ടാവും? എന്നാലും ഇവർ ഈ പൈസ കൊണ്ട് എന്താ ചെയ്യാ? നമുക്കാണല്ലോ അടിപൊളി ഫുഡ് കഴിക്ക, ഇവർക്കൊന്നും പറ്റൂലല്ലോ. ചിലപ്പോ വല്ല ബാറ്ററി വാങ്ങി തിന്നുന്നുണ്ടായിരിക്കും. ഇവർക്കിനി ലെവിയൊക്കെ ഉണ്ടാവോ? എവിടെ, സൗദി പൗരത്വമുണ്ടെന്നൊക്കെയാ കേട്ടത്. പിന്നെന്ത് ലെവി? ഹോ, വല്ല റോബോട്ടായി ജനിച്ചാ മതിയായിരുന്നു. ആ, അതൊക്കെ വിട്. എന്താ ഇത്ര വൈകിയേ? ജോണേട്ടാ, ഒന്നും പറയണ്ട. രാവിലെ തന്നെ ഓരോ വള്ളികള്. ആക്സിഡന്റ് ആയി, ആകെ ഷോക്കായി. ഓ, എന്നിട്ടെന്താ നജുമ എന്നൊക്കെ റെക്കോർഡ് ചെയ്ത് പോയിട്ടുണ്ട്. അല്ല, ഇതെന്താ പുതിയ പരിഷ്കാരമൊക്കെ? ആ, അതിനൊരു പണി കൊടുക്കാനുണ്ട്. വരട്ടെ, പറയാം. ഗൈസ്, സെഫിയ വൻ സീനാണ്. ഞാനൊരു 2 ഡേ വലിച്ചു നീട്ടാൻ വെച്ച ടാസ്കാണ് ആ പെണ്ണ് ഞാനൊരു ചായ കുടിക്കാൻ പോയ ഗ്യാപ്പിൽ തീർത്തത്. ഏത് നേരത്താണാവോ അതിനോട് നോക്കാൻ ഏൽപ്പിച്ചത്. ക്ലയന്റിന് അതങ്ങ് വല്ലാണ്ട് ഇഷ്ടമായത്രേ. വളരെ ഓർഗനൈസ്ഡ്, എറർ ഫ്രീ ആൻഡ് ടു ദ പോയിന്റ് ആണ് പോലും. അതെന്താ, ക്ലയന്റ്സിന് എറർ ഉള്ള റിപ്പോർട്ട്സ് ഒന്നും ഇഷ്ടല്ലേ? ഡോണ്ട് ദേ ലൈക്ക്? എടാ, ഞാനൊന്ന് ടച്ചപ്പ് ചെയ്തപ്പോയേക്കും കംപ്ലൈന്റ് പോയടാ ബോസിന്റെ കയ്യില്. ജോണേട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മളെ പണിയൊക്കെ പോവും. നിങ്ങളെക്കാളും കഷ്ട എന്റെ കാര്യം. ബോസിനിപ്പോ അവളുടെ ഒപ്പീനിയൻ മാത്രം മതി. കാര്യമൊക്കെ ശരി തന്നെ, അവള് ഭയങ്കര ഫാസ്റ്റാണ്. പക്ഷേ എല്ലാ മെഷീനും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അത് നമ്മൾ കണ്ടെത്തണം. അതിലാണ് നമ്മുടെ വിജയം. അങ്ങനാണെങ്കിലേ നമുക്ക് അവൾക്ക് ഒരു ലോഡ് പ്രോംസ് ഒരുമിച്ചം കൊടുത്താലോ? പ്രോസസ് ചെയ്ത് പണ്ടാറടങ്ങട്ടെ. എടാ രാഹുലേ, അത് AI പവേർഡാണ്. എത്ര പ്രോംസ് കൊടുത്താലും അത് ടാക്കിൾ ചെയ്യും. നമുക്ക് അതിന്റെ പ്രോഗ്രാം കയറി കളിക്കണം. ആ, അങ്ങനാണെങ്കിൽ ഞാൻ ഏറ്റു. ഒരു ഐഡിയ ഉണ്ട്. ഇങ്ങനെ ചെയ്താ നമ്മള് പിടിക്കപ്പെടൂലേ? വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ആ, പേടിക്കാതെ അമ്പു. ആ, പിന്നെ സഫിയാത്ത അറിഞ്ഞോ, നമുക്കൊരു പുതിയ വമ്പൻ പ്രൊജക്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രേറ്റ് രാഹുൽ, ഐ ആം റെഡി. പ്ലീസ് ബ്രീഫ് മീ. അയ്യോ, അതങ്ങനെ പെട്ടെന്ന് ബ്രീഫ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറേ ഫയൽസ് ഉണ്ട്, വലിയ ഡാറ്റയാണ്. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, സഫിയാത്ത എന്റെ കൺസോൾ പോർട്ടിലേക്ക് കണക്ട് ചെയ്ത് ഡയറക്ട്ലി അപ്ലോഡ് ചെയ്യാം. ഓക്കെ രാഹുൽ, സ്വിച്ചിങ് ടു മെയിന്റനൻസ് മോഡ്.
എടാ ബോസ് വരുന്നു. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി, അമ്പും വില്ല്, ഒലക്കയുടെ മൂട്, അങ്ങനെ പവനായി ശവമായി. ആ ബോസ് അറിഞ്ഞില്ലേ, നമ്മുടെ റോബോട്ട് വടിയായി. ഓ, അതും പോയോ? ഇന്ന് ആരെയാണ് അവ കണി കണ്ടത്? അല്ലേലും ഏത് ഹ്യൂമനോയിഡ് വന്നാലും ഹ്യൂമൻസിന്റെ തട്ട് താണ് തന്നെ ഇരിക്കും. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ, 2 ദിവസം കഴിഞ്ഞാൽ സിസ്റ്റം ഡൗൺ. എനിവേസ്, ഞാനിപ്പോ ക്ലയന്റ് മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഡെഡ് ലൈനിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, സമ്മതിക്കുന്നില്ല. 5 ദിവസം കൊണ്ട് തീർത്തില്ലേല് അടുത്ത ദിവസം നമ്മുടെ കയ്യിൽ നിന്ന് പോകും. സോ നോ എക്സ്ക്യൂസ്, ഫിനിഷ് ഇൻ 5 days. സാർ ചായ? നിന്നോട് ഞാൻ ചായ ചോദിച്ചോടാ കുഞ്ഞ് രാമ, കൊണ്ടുപോടാ. ജോൺ, എന്തായി കാര്യങ്ങൾ? റെഡി ആയിക്കൊണ്ടിരിക്കുന്നു സാർ. സമയത്തിന് തീരൂ? തീരണ്ടാണ് സാർ. ജോൺ, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. നമ്മുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ നിനക്കറിയാലോ. ബാങ്ക്രപ്സിയുടെ വക്കിലാണ്. സോ ഈ പ്രോജക്റ്റ് നമ്മുടെയൊക്കെ ജീവിതമാണ്. നിങ്ങളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നറിയുന്നത് കൊണ്ടാണ് ലോണിന്റെ മേലെ ലോൺ എടുത്ത് ഞാൻ ഈ സെഫിയെ കൊണ്ടുവന്നത്. അതാണെങ്കിൽ ഇങ്ങനെയുമായി. സർ, നമ്മളിതൊന്നും അറിഞ്ഞില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊരെത്തും പിടിയുമില്ല. നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് ചെയ്യും, അല്ലാതെ ഞാനിപ്പോ എന്താ പറയാ. എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നണില്ല ഷാജിയേട്ടാ. അതെ, 2 ദിവസമായി ഞാൻ മനസമാധാനത്തൊരു ചായ കുടിച്ചിട്ട്. ഗൈസ്, ഞാൻ കുറെ ആലോചിച്ചു. നമ്മുടെ വർക്കിൽ ഒരുപാട് ബോട്ടിൽ നെക്സ് ഉണ്ട്. എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഞാനൊരു കാര്യം പറയാം. നമുക്ക് സഫിയയുടെ ഹെൽപ്പ് തേടാം. അതാകുമ്പോ കുറച്ചുകൂടെ സ്പീഡാവും. അതെ, ഞാനും അത് പറയാൻ വരികയായിരുന്നു. അന്ന് ഞങ്ങൾ ആക്സിഡന്റിന് ശേഷം ഇൻഷുറൻസ് ക്ലെയിം ഒക്കെ സ്പീഡാക്കി തന്നത് സെഫിയയാണ്. ഈ ഒരു അവസ്ഥയിൽ സെഫിയക്ക് എന്തേലും ചെയ്യാൻ പറ്റൂ? ഓക്കെ ജോണേട്ടാ, എങ്കിൽ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. പാത്തു, ആ ചെറിയ സ്പാനർ എടുത്ത് കൊടുക്ക്.
Hello, how are you all today? സഫിയ, 3 ദിവസം കൊണ്ട് പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യണം. എല്ലാവരെയും അസിസ്റ്റ് ചെയ്യാം. ഇതാണ് ടോപ്പ് പ്രയോറിറ്റി. Noted. അപ്പൊ കമോൺ എവരിബഡി. എന്തിനു വേണ്ടി തിളക്കുന്ന സാമ്പാർ? ബോസ്, വി ഡിഡ് ഇറ്റ്. ശരിക്കും എന്താ പറഞ്ഞ? വി ഡിഡ് ഇറ്റ് ബോസ്. പ്രൊജക്ട് കംപ്ലീറ്റഡ്. ആർ യു ദി ട്രൂത്ത്? എന്നാ ഞാൻ പോയി ക്ലയന്റിന് സബ്മിറ്റ് ചെയ്തിട്ട് വരാം. കർത്താവേ, ഇതൊന്ന് അപ്രൂവ് ആയാൽ മതിയായിരുന്നു. കിട്ടി കിട്ടി, 1 അല്ല 2 അല്ല 3 കിട്ടി. എവിടെ ബോസ് കിട്ടിയത്? മുഖത്ത് പാടൊന്നും കാണുന്നില്ലല്ലോ. ക്ലയന്റ് ഹാപ്പിയായി. നമുക്ക് 3 പുതിയ ഓർഡേഴ്സും കിട്ടി. സത്യമാണോ കുഞ്ഞെ? ഹൃദയം പൊട്ടി, വഴിയും തെറ്റി, വിടറ്റി, സിറ്റി, നടുവിൽ ചുറ്റി, അഴിയും പൊട്ടി, പണികിട്ടി. ഒരു പൂ തരാമോ? ഒരു കായ് തരാമോ? പൂ കൊടുക്കാൻ അതിനാൾ വരണ്ടേ, കായ് വരണ്ടേ. അടക്കമച്ചടക്കലങ്കനത്തുറ്റവാളി അലമ്പുവിദ്യകൾ പഠിച്ചെടുത്ത പട്ടതാരി അടിച്ചമർത്തിടാൻ ശ്രമിച്ചിടേണ്ട വാളുമേന്തി അടുത്തുമെന്തെന്ത് കാവലായി ചെങ്കുകാറ്റും ജയിച്ചു ശീലമില്ല തോൽവിയിൽ കൊടുത്തതാണ് പിഴച്ച പാണ്ഡവന്മ തോറ്റുപോയ യുദ്ധമാണ് ജയിച്ചു ശീലമില്ല തോൽവിയിൽ കൊടുത്തതാണ് പിഴച്ച പാണ്ഡവന്മ തോറ്റുപോയ യുദ്ധമാണ്. Technology is a tool, not a threat. The future is not about man or machine. It is about man and machine. Stay curious. Stay human.